ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റെസിനാനിയാസ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഒരു അടിപൊളി റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോൻ്റെ രണ്ട് ഭാഗം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഈ ഒരു രീതിയിൽ പോയി പകുതി എത്തുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ലെങ്തായി പോയി കേട്ടോ. അതുകൊണ്ട് രണ്ട് പാർട്ടാക്കിയിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇന്ന് ക്യാബേജ് കൊണ്ട് ഒരു വടയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ തൊട്ട് തന്നെ എൻ്റെ ഈവനിങ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിയാസ്ക വരാനായി. വേഗം വേഗം ഞാൻ ക്യാബേജ് എല്ലാം കട്ട് ചെയ്തിട്ട്, ഇത് ക്യാബേജ് പ്ലസ് ഇറച്ചി രണ്ടും കൂടി ഇട്ടിട്ടാണ് ഒരു വടയാക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് തിന്നാൻ. നിങ്ങൾക്ക് ഏത് ഇറച്ചി വേണമെങ്കിലും മിക്സ് ചെയ്യുക. ചിക്കൻ ആണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പകുതി ക്യാബേജാണ് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത്. നമ്മൾ ശരിക്കും ഈ ഉള്ളി കൊണ്ടെല്ലാം വട ഉണ്ടാക്കുന്നില്ലേ, സെയിം അതുപോലെ തന്നെ വരും കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇറച്ചിയും കൂടി ഇടുന്നത് കൊണ്ട് അത്രമാത്രമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ക്യാബേജൊന്നും മുറിക്കാനുള്ള ശക്തി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കടലപ്പൊടിയെല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് വടാക്കുക. ആരെങ്കിലും ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇന്ന് കുറേ ലേറ്റായിപ്പോയി. നിയാലെല്ലാം വന്ന പിന്നെയാണ് ഞാൻ പിന്നെ എന്താ പറയുക സ്നാക്കെല്ലാം റെഡി ചെയ്യുന്നത്. ഇന്നലെല്ലാം ഞാൻ വരുമ്പോഴത്തേക്ക് ഏകദേശം പകുതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി ഞാൻ. പിന്നെ കുഞ്ഞിക്ക് കുറച്ച് ജലദോഷം പിടിച്ച പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം പച്ചവെള്ളത്തിലൊന്നും കൈയിടാതെ കുറേ നേരം ഇരുന്ന്, അതുകൊണ്ടാണ് പണി ഡിലേ ആയത്. പിന്നെ വേറെ എന്താ വിശേഷം, വേറെ എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ വീഡിയോയിൽ ഒരു മെസ്സേജസ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരുമല്ലേ. അപ്പോൾ അവസാനം വരെ കാണുക. ഇതിലും ഉണ്ട് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളെല്ലാം ഉള്ള അമ്മമാരാണെങ്കിൽ, അതായത് ചെറിയ കുഞ്ഞുമാവല്ല കേട്ടോ, സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന കുട്ടികളെല്ലാം ഉള്ള അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ എന്താ ഉള്ളത് ഈ വീഡിയോയിൽ നിന്ന്. എന്തായാലും ഒരു മെസ്സേജസ് ഉണ്ടാകും. അങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്തിയല്ലേ, ഞാൻ എൻ്റെ കുട്ടികളെ മുകളിൽ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആണെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടും ഞാൻ ഇതുവരെ അവരെ ഒരു വീട്ടിലും, അതായത് എൻ്റെ വീട്ടിൽ പോലും ഞാൻ അവരെ വിട്ടിട്ട് ഒരു ദിവസം ഞാൻ നിൽക്കൂല കേട്ടോ. അത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊന്നുമല്ല, പണ്ട് തൊട്ടിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ്. കുട്ടികളെ ഞാൻ ഇതുവരെ വിട്ടു നിൽക്കില്ല. അത്രയ്ക്ക് അറ്റാച്ച്മെൻറ്റാണ്. എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ ലോകമാണ് കേട്ടോ. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം വരെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയാൻ തന്നെ എനിക്കിഷ്ടമില്ല. അയാൾ പോകുമ്പോൾ തന്നെ എനിക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടികളെ വേണമെങ്കിൽ അയാൾക്ക് കൊടുക്കാമായിരുന്നു. അയാൾ കൂട്ടിയിട്ട് പോകുമായിരിക്കാമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ എന്താ പറയുക, അങ്ങനെ അയച്ചിട്ട് പിന്നെ ഞാനൊരു ഉമ്മയായിട്ട് ഞാൻ ഈ 9 മാസം ചുമന്ന് പ്രസവിച്ചതിന് ഒരു ഫലവും ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് കഷ്ടമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കാൻ. അയാൾ ഏകദേശം നന്ന ചെറുതുണ്ടാകുമ്പോൾ തന്നെ അയാൾ എന്നെ വിട്ടതാണ് കേട്ടോ. ഒഴിവാക്കിയിട്ട് അയാളെ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളായിരുന്നു. എന്നിട്ടും ഞാൻ എൻ്റെ കുട്ടികളെ ഞാൻ ചാടാതെ നോക്കി. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു മിനിറ്റ്, കുഞ്ഞുമാവ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോറി, ഒക്കെ ഫീഡ് ചെയ്യാനെല്ലാം പോയി. അപ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഈ ക്യാബേജ് വടയിലേക്ക് ഇടുന്നത് എന്തെല്ലാം നോക്കിക്കട്ടെ. ഇത് അയമോദകമാണ് കേട്ടോ. നമ്മൾ എന്തിങ്ങനെ എണ്ണക്കടികൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് അയമോദകം ഇടുന്നത് വളരെ നല്ലതാണ്. ആസിഡിറ്റി എല്ലാം ഉള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അയമോദകം അത്രേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം നേരത്തെ കാണിച്ചതല്ലേ. ക്യാബേജ്, പിന്നെ ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പച്ചമുളക് ഇടാത്ത കാരണം നിയാസ്ക തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, നിയാസ്കക്ക് ഇപ്പോൾ ഭയങ്കര ആസിഡിക് പ്രോബ്ലം ആയതുകൊണ്ട് അപ്പോൾ പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ചെറിയ ചീനപ്പറങ്കി കാന്താരി മുളക് ഉണ്ടല്ലോ അത് ഇടുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ കടലപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇറച്ചി ഇടണം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ അതോ സൈഡിൽ കൂടെ കുക്കർ കാണുന്നുണ്ടല്ലോ, ഞാൻ ഇറച്ചി വേവിക്കാൻ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്താൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഇറച്ചി വന്ന് പിന്നെ മിക്സ് ചെയ്യാമെന്ന്. അപ്പോഴത്തേക്ക് പവറും ഇല്ല, പവർ പോയി കിട്ടീന് കേട്ടോ. ഇനിയിപ്പോൾ കയ്യിൽ തന്നെ ഞാനിങ്ങനെ ചെറുങ്ങനെ കട്ടാക്കി ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിന് കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വലിയ വലിയ പീസുകൾ കിട്ടും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധമാണ്, ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ബന്ധമാണ് ഉമ്മയും മക്കളുമായിട്ടുള്ള ബന്ധം അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സെക്കൻഡ് സ്ഥാനമുള്ളത് ഭാര്യയും ഭർത്താവ് എന്നുള്ള ബന്ധം. അപ്പോൾ ആ ഒരു ഉമ്മയും മക്കളും എന്നുള്ള ബന്ധം ഞാൻ
അത്രയും സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളെ ലൈഫിൽ സംഭവിച്ചത് ഒരുപക്ഷെ നമുക്കുള്ള ആ ഒരു സ്പെഷ്യൽ കെയറിങ് ഒന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ആഹ്, നമ്മളൊരു എന്താ പറയുക, ഞാൻ ചില സമയം ഓർക്കാറുണ്ട്. നല്ലൊരു ഉമ്മ വേണം. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാനുള്ള ഒരു ഉമ്മ വേണം. നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഉമ്മയാണെങ്കിൽ നമ്മളെ ജീവിതം ഇത്രയും കൂടി ഈസി ആയി പോകുമെന്ന് എനിക്കൊരു ചിന്തയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കുന്നത്. ഞാൻ അവരോട് ഫ്രണ്ട്ലി ആണ്, അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, കൂടുതൽ റാഷ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. ചില സമയം ഞാൻ ദുഷ്ടശങ്കരിയെല്ലാം ആവും അവർക്ക് കേട്ടോ. കാരണം അവർ തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിന് എന്തെങ്കിലും റിയാക്ട് ചെയ്തേ മതിയാവും. അപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞുവാവ് എണീച്ചിട്ടുണ്ട്. പണിയാടെ പകുതിക്കായി. കുഞ്ഞുവാവ് എണീച്ചിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ മൂത്ത മോൻ വന്നിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഓൾ എണീച്ച് കുറച്ച് നേരം ഞാൻ ഓളെ ഇങ്ങനെ കളിപ്പിച്ച് ഫീഡ് ചെയ്തിട്ട് ഓൻ്റെ കയ്യിലേക്ക് കൊടുക്കും കേട്ടോ. എത്രയോ ചെറിയ പ്രായത്തിൽ എന്താ പറയുക, അവരെ ഉപ്പ വിട്ട് കളഞ്ഞത് അവരെ. അതിൻ്റെ ശേഷം അവരായിട്ടുള്ള ബന്ധം തന്നെ വെച്ചിട്ടില്ല. ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നല്ല ദിവസം വരുമ്പോൾ ഒരു നല്ലൊരു തുണി മേടിച്ച് കൊടുക്കാനോ, അല്ല സ്കൂൾ ഫീസിൻ്റെ പകുതി പേ ആക്കാനോ, അല്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു 200 100 കൊടുത്തിട്ട് ഇതാ മുട്ടായി മേടിച്ചോ എന്ന് പറയാൻ വരെ അവരെ ഉപ്പ ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രക്കും വൃത്തികെട്ട മനുഷ്യനാണ്. ഇതിവിടെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഇടയ്ക്ക് അയാൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ, എനിക്കല്ല, എൻ്റെ അക്കൗണ്ടിൽ മോന് മെസ്സേജ് ചെയ്തായിരുന്നു കേട്ടോ, മൂത്ത മോൻക്ക്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ പറയണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് ചെയ്തിട്ട് കുട്ടിക്ക് എന്താ ഫോണ് ഞാൻ ഇതുവരെ മേടിച്ച് കൊടുത്തിട്ടില്ല, ഫോണ് മേടിച്ച് തരാമെന്നുള്ള ഒരു മെസ്സേജായിരുന്നു, ഒരു വോയിസ് മെസ്സേജ് ഞാൻ കൊടുത്തു വിടാം. പിന്നെ ആരോ വരുന്ന സമയത്ത് ഞാൻ കൊടുത്തു വിടാന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു ഉപ്പ മക്കളെ പാളാക്കാനാണ് നോക്കുന്നത് കേട്ടോ. ഞാൻ ഫോണൊന്നും കൊടുക്കാതെ നീറ്റായിട്ട് പഠിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അയക്കുമ്പോൾ ആ ഫോണ് മേടിക്കുന്ന മനുഷ്യർക്ക്, ഫോണ് കൊടുത്തയക്കുന്ന മനുഷ്യർക്ക് ഫീസ് കെട്ടാറില്ലേ മോൻ്റെ, ഒരു വർഷത്തിന് ഒരുപാട് ഫീസ് കെട്ടിയിട്ടാണ് മൂത്ത മോനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫീസ് കൊടുത്തയക്കാമല്ലേ. അത്രയ്ക്കും നമ്മളെ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ശരിക്കും എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരിക്കലും അയാൾക്ക് ക്ഷമ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാവില്ല. കാരണം ചെറിയ പ്രായത്തിൽ എൻ്റെ ലൈഫിൽ എനിക്കിഷ്ടമില്ലാതെ എൻ്റെ ലൈഫിൽ കയറി വന്നിട്ട് എൻ്റെ ലൈഫിനെ കോഞ്ഞാട്ടയാക്കിയ ഒരു മനുഷ്യനാണ് അയാൾ. ഒരിക്കലും എന്താ പറയുക, അയാൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് മാപ്പില്ല. അയാൾക്ക് ഇവിടെ പോയാലും ജയം ഉണ്ടാവാൻ പാടില്ല. അത് എൻ്റെ എപ്പോഴും ഉള്ള പ്രാർത്ഥനയാണ് കേട്ടോ. എന്നിട്ട് പിന്നെയും നമ്മളെ വിളിച്ചിട്ട്, അങ്ങനെ നമ്മളങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തത് തെറ്റല്ലേന്ന് ചോദിക്കുമ്പോൾ അയാൾ പിന്നെയും ഇങ്ങോട്ട് ഞാൻ നിന്നെ ജീവിക്കാൻ വിടൂല എന്നാണ് അയാൾ ഇങ്ങോട്ടേക്ക് പറയുന്നത്. അപ്പോൾ അയാൾക്ക് ഫസ്റ്റ് തന്നെ ഞാൻ അയാളുടെ ലൈഫിൽ കടന്നത് തന്നെ ഒരു ദുഷ്ടയായിട്ടാണ് തോന്നുന്നത്. അതാണ് അയാൾ ഞാൻ ജീവിക്കുന്നതിൽ ഇത്രയും ദുഃഖമായിട്ടുള്ളത് കേട്ടോ. അവരവരെ ലൈഫിൽ സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ മര്യാദയ്ക്ക് ജീവിച്ചൂടെ, എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ അത്രയും കൂടുതൽ കുട്ടികളുടെ മുകളിൽ സ്നേഹമുള്ള ഒരു ഉപ്പയായിരുന്നെങ്കിൽ കുട്ടികളെ ഫീസ് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. മൂത്ത മോന് പഠിക്കുന്ന കോളേജിൽ പോകാമല്ലോ. അത്രയും സ്നേഹമുള്ള ആൾക്കാർ മൂത്ത മോന് പഠിക്കുന്ന കോളേജിൽ പോയിട്ട് ഓനക്ക് വേണ്ട എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക, ഇതേ എൻ്റെ കയ്യിലുള്ളൂ. അതൊന്നുമല്ല ചെയ്യുന്നത്. ഏതാ തെറ്റുവയിലേക്ക്, ഞാൻ പോയ തെറ്റുവയിലേക്ക് എൻ്റെ കുട്ടികൾ വരട്ടെ എന്നുള്ള ഒരു മനുഷ്യനാണ് അയാൾ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലോകത്തിൽ ഇനി അത്രക്കും വലിയ ദുഷ്ടന്മാരാരുമില്ല. അത്രക്കും വെറുക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. എനിക്കിതിവിടെ പറയണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തോ കുട്ടികളെ കാര്യം പറയുമ്പോൾ വന്നു പോയതാ, സോറി. അപ്പോൾ ടോപ്പിക്ക് മാറിപ്പോയി, അതല്ല നമ്മളെ ടോപ്പിക്ക്. അപ്പോൾ അതവിടെ കുഞ്ഞുവാവ എണീച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. നല്ലൊരു ലിപ് ഗ്ലോസ് ഞാൻ ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കളർ കാണുന്നുണ്ടല്ലേ, ഒട്ടും കളറില്ലാത്ത ലൈറ്റായിട്ട് ഒരു വൈറ്റ് വാട്ടറി കൺസിസ്റ്റൻസ് ആണ്. ലിപ്പിലിട്ടാൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സംഭവം കേട്ടോ. അപ്പോഴത്തേക്കും നിയാസ്ക വന്ന് പിന്നെ മസാലയെല്ലാം ഇവിടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇറച്ചി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇറച്ചി അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇന്ന് എന്തായാലും ലേറ്റാവുമെന്ന് എനിക്കറിയായിരുന്നു. ഞാനിതെല്ലാം മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നിയാസ്ക വന്ന് കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടുണ്ടായി, കുളിക്കാൻ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് വിറക് കൊത്താനുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൊത്തുന്നുണ്ട്. നാളെ നമുക്ക് വിറക് കൊത്താൻ ഒരാൾ വരുന്നുണ്ട്. കുറച്ച് വിറകുണ്ട്. നമ്മൾ അടുപ്പ് കത്തിക്കൽ കുറവാണ്, പക്ഷേ അത് കുറേ വെള്ളമെല്ലാം കുടിച്ചതുകൊണ്ട് പിന്നെയും പാളാവെന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ട്. അയാൾ നാളെ വന്നിട്ട് കൊത്തിത്തരും. അപ്പോൾ ഉപ്പ് നോക്കിയതാട്ടോ ഞാൻ. ഇനിയിപ്പോൾ അത് ചുട്ടെടുക്കുക. ഇൻഷാ അല്ലാ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും കേട്ടോ.
പിന്നെ വേറെന്താ പറയാനുള്ളത്? എന്തോ ഒരു ടോപ്പിക്ക് മാറിപ്പോയിട്ട് എന്തെല്ലോ പറഞ്ഞല്ലേ. എല്ലാവരുടെ ലൈഫിലും ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് ഈസി ആയിട്ട് തരണം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കാരണം ഈ ഒരു പ്രായത്തിൽ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഹാൻഡിൽ ചെയ്യും. ചെറിയ ചെറിയ പ്രായത്തിൽ നമുക്ക് വരുന്ന ആ ഒരു സംഭവം നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിലും ചെയ്യാം ട്ടോ. പിന്നെ അപ്പോൾ അതെല്ലാം എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു ലോകത്തിനെ കുറിച്ചിട്ട് ഒരു അറിവും ഇല്ലാത്ത കാലത്തിലാണ് എൻ്റെ ആ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളില്ലേ, ആദ്യ ഭർത്താവ് കേട്ടാ, എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചത്. ഒരിക്കലും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാപ്പ് കൊടുക്കുകയില്ല, മാപ്പിന് അയാൾ അർഹനും അല്ല കേട്ടാ. നമ്മളെല്ലാം ആ ഒരു സമയത്തെല്ലാം ശീതനെല്ലാം കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നുണ്ടായത്. ശരിക്കും അത് തന്നെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളെ ലൈഫ് സെറ്റിൽ ചെയ്യുന്നുണ്ടായി. പിന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ ചിലവിനെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇതുവരെ നമ്മളെ കുട്ടികൾക്ക് 5 പൈസ ചിലവിന് കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിന് എനിക്ക് പരാതിയുമില്ല. പക്ഷേ എന്തിനാണ് അയാൾ പിന്നെയും 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 കുട്ടികളെ തെറ്റ് വഴിയിലേക്ക് കൂട്ടിയിട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാട് സ്റ്റോറി ഉണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തിനാ വെറുതെ നമ്മൾ നിങ്ങളെ വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. പിന്നെ ചിലതെല്ലാം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ടോക്കായിട്ട് കിട്ടും അത്. ഒരിക്കലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ലൈഫ് ലീഡ് ചെയ്യാതിരിക്കുക. ആഫ്റ്റർ മാരേജ് കേട്ടോ ഞാൻ പറയുന്നത്. ആഫ്റ്റർ മാരേജ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ലൈഫ് ലീഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ശരിക്കും സ്വതന്ത്രമായിട്ട് തന്നെ ജീവിക്കാൻ നോക്കുക. കാരണം കയ്യിലൊരു ജോലി എന്തായാലും ഉണ്ടാവണം. പിന്നെ ഭർത്താവിനെ അനുസരിക്കേണ്ട എന്നുള്ള ഒരു ടോപ്പിക്കല്ല ഞാനിവിടെ പറയുന്നത്. നമ്മൾ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ നോക്കുക. കാരണം നമ്മൾ അത്രക്കും അവരായിട്ട് അറ്റാച്ചായിട്ട് ജീവിക്കുമ്പോൾ എന്താ പറയുക, അവർ പെട്ടെന്ന് നമ്മളെ കൈവിടൽ പറഞ്ഞാൽ നമ്മൾ വിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ നമ്മൾ അവർ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ചിലപ്പം വാക്കുകൾ കൊണ്ടും അവരെ നമ്മളെ കുത്തി നോവിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ എന്നും ഡിപ്പെൻഡായിട്ട് നിൽക്കാൻ നോക്കുക. നമ്മളെ കാര്യത്തിനുള്ള പൈസക്ക് വേണ്ടിയിട്ടുള്ള ജോലികൾ നമ്മൾ എന്തായാലും കണ്ടെത്താൻ നോക്കുക കേട്ടോ. എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയല്ല, ചില ഭർത്താക്കന്മാർ അങ്ങനെ ആയിരിക്കും കേട്ടോ. അവർ ഒരു ടൈം ഓഫ് പീരിയഡ് അവർ ലൈഫിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ശരിക്കും വേദനിപ്പിക്കാൻ തുടങ്ങും. ആ ഒരു സമയം നമ്മൾ പിന്നെ ഒറ്റപ്പെട്ടു പോകും കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാനെല്ലാം എന്ന് വെച്ചാൽ ശരിക്കും വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമുള്ള ഒരാളായിരുന്നു. ലോകത്തിനെ കുറിച്ചിട്ട് ഒരു അറിവും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടല്ല അയാൾ നമ്മളെ ചാടിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ദുഃഖങ്ങളും ദുഷ്ടതരം മാത്രമാണ് അയാൾ എനിക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇത്രയും ധൈര്യമുണ്ട് പറയാൻ കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക് ഒരാൾ നമ്മളെ എന്നും ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നോക്കൂലേ, അങ്ങനെ ചേഞ്ച് ചെയ്ത ഒരാളാണ് നമ്മൾ. ഒരാളെ സൈഡിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും സ്പ്ലിറ്റായി പോകും കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ ആ ഒരു ബന്ധത്തിന് നമ്മൾ തുടരാൻ ആഗ്രഹിക്കൂല. അതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും പറയുന്ന കേട്ടോ, എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ 100% അയാളെ സിൻസിയറായിട്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായത്. പക്ഷേ അയാൾ ഒരുപാട് എല്ലാ രീതിയിലും എന്നെ ദ്രോഹിച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എൻ്റെ കൂടെ നിൽക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷേ അയാൾ എന്നെ പിരിഞ്ഞു പോകണമെന്നേ ആഗ്രഹിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിയാസ്ക വിറകെല്ലാം കൊത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കുറേ ടോപ്പിക്കുകൾ അയാളെ ഇനിയിപ്പോൾ ഞാൻ സ്റ്റോറി ആയിട്ട് പറയാൻ തുടങ്ങും. കാരണം ഒരു രീതിയിലും അയാളെ സൈഡിലേക്ക് നമ്മൾ പോകാതെ നമ്മളെ ജീവിതം നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ അയാൾ പിന്നെയും പിന്നെയും എനിക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഇനി നമ്മൾ ജീവിക്കാൻ വിടില്ല. പിന്നെ നിയാസ് ഖാനോട് ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിയാസ് ഖാൻ എന്നെ തട്ടിപ്പറിച്ചതുപോലെ അയാളെ കയ്യിൽ നിന്ന്, അയാൾ വിട്ടതിൻ്റെ ശേഷമാണ് നിയാസ് ഖാൻ എന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെയൊക്കെ കുറേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്നെ സമാധാനത്തിൽ ഒരാൾ നോക്കുന്നുണ്ട്, നമുക്ക് ലൈഫ് തരുന്നുണ്ട് പറയുമ്പോൾ അതും വേണ്ട, ഓൾ ഇനിയും കഷ്ടത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് അയാൾ വിചാരിക്കുന്നത് കേട്ടോ. സാധാരണ ശരിക്കും എന്നോടും മക്കളോടും സ്നേഹമുള്ള ഒരാളാണ്. നമ്മളെ സൈഡിലാണ് തെറ്റ്, അയാളെ സൈഡിൽ തെറ്റില്ലെങ്കിൽ ഇന്ന് അയാൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, ഞാനോ ലൈഫ് കൊടുത്തിട്ടില്ല, എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അതല്ല ആഗ്രഹിക്കണ്ടേ. അയാൾ ഇനിയും നിയാസ്ക തട്ടിപ്പറിച്ചതുപോലെയാണ് അയാളെ വാക്ക് കേൾക്കുമ്പോൾ. അങ്ങനെയല്ലോ എന്തായാലും അയാൾ ഏത് രീതിയിൽ വാക്ക് പറഞ്ഞാലും എന്ത് ചെയ്താലും പിന്നെ അയാൾ നമ്മളോട് പറഞ്ഞു, ഞാൻ എന്തായാലും നിങ്ങളെ ജീവിക്കാൻ വിടില്ല, നിങ്ങൾ പിന്നെ വേറൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ഓന് കുറച്ച് കഴിയുമ്പോൾ നിന്നെ റോട്ടിൽ ഇട്ടിട്ട് പോകും, റോട്ടിൽ വെച്ചിട്ട് കൊത്തി കളിക്കും, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റോട്ടിൽ വെച്ചിട്ട് നിന്നെ പോയി കളിയും, പകുതിക്ക് വിട്ടിട്ട് പോയി കളിയുന്നല്ലോ. നിയാസ് ഖാൻ്റെ ഉപ്പ അങ്ങനത്തെ ഉപ്പ അല്ല കേട്ടോ, തീർച്ചയായിട്ടും ഞാൻ പറയാം. ഒരു ഉപ്പ എങ്ങനെയാണ് അതുപോലെ തന്നെ മക്കൾ വരുമെന്ന് പറയൂ. നല്ലൊരു മനുഷ്യനാണ് നിയാസ് ഖാൻ്റെ പപ്പ എന്ന് പറഞ്ഞ ആൾ കേട്ടോ.
അപ്പോൾ എന്തായാലും ആ പപ്പൻ്റെ മോന് എന്തായാലും അങ്ങനെ എന്നെ പകുതിക്ക് വിട്ടിട്ട് പോകില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിയാസ്ക കല്യാണത്തിന് നിർബന്ധിച്ചപ്പോൾ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. ഇത് ഒരു ദിവസത്തെ പ്രൊസീജിയറല്ല. നിയാസ്ക ഒരുപാട് സമയം കാത്തിരുന്നിട്ട് ഞാനും കാത്തിരുന്നിട്ട് നമ്മളെ ലൈഫ് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കല്യാണം ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അയാളെ ഉപ്പ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും 3, 4 എല്ലാം കെട്ടിയിട്ട് കുറേ പെണ്ണുങ്ങളെല്ലാം വിട്ടിട്ട് പോയതായിരിക്കും. നിയാസ്കാൻ്റെ ഉപ്പ ഒരിക്കലും അങ്ങനത്തതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അയാൾക്ക് കൊടുത്തൊരു മെസ്സേജാണിത്. എന്തായാലും നമ്മളെ കാര്യങ്ങൾ അറിയാൻ നമ്മൾ വീഡിയോ കാണാതെ ഇരിക്കൂല, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് പ്രിപ്പയർ ആക്കുന്ന ടൈം ടേബിളാണ് കേട്ടോ. ഇതാണ് ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ കുട്ടികൾ ഒരു 3, 4 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെക്കാട്ടോ. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ അവർ എന്തെല്ലാം ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ആ ടൈം ടേബിൾ നമ്മൾ ഒരു ചുമരുമ ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിലോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ആ ടൈം ടേബിൾ പ്രകാരം അവരോട് അവരെ നിത്യദിനചരി കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീറ്റായിട്ട് ടൈം ടേബിൾ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈസ് ഉണ്ട്, 2 ആൾക്കും നോക്കിയിട്ട് പ്രൈസ് തരുമെന്ന്. അപ്പോൾ നീ എന്താക്കി, നീ സ്കൂൾ ടൈം ടേബിൾ എഴുതുന്ന പോലെ എഴുതി, പിന്നെ ഞാനാണ് എഴുതി കൊടുത്തട്ടാ. അപ്പോൾ മൂത്തോന് ഇങ്ങനെ നീറ്റായിട്ട് ഒരു ക്ലോക്കിനെ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെഴുതി, അതിൻ്റെ താഴെ എന്തെല്ലാം സബ്ജക്റ്റ് എത്ര മണിക്ക് എടുക്കണോ എന്നൊക്കെ എഴുതി നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണ് ഇന്നത്തെ പ്രൈസ് വിന്നറായത്. അപ്പോൾ ഇവന് ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ മോനെ അപ്പുറം നിന്നിട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എഴുതിയത്, പക്ഷെ ഓൻ എഴുതിയിട്ടുണ്ട്. അത് ശരിക്കും നമ്മളെ സ്കൂൾ ടൈം ടേബിളെല്ലാം എഴുതുന്നവരെ ചെറിയ കള്ളിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തിട്ടില്ല, മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്താലും നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്കി എന്തായാലും വരുന്നുണ്ട്. ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ കാണുക തീർച്ചയായിട്ടും. ബാക്കിയുള്ള വീഡിയോസിൽ എന്താ പറയുക, ഞാൻ ക്യാബേജ് വട ചുട്ടതും കഴിക്കുന്നതും, അപ്പോൾ നമ്മളെ കുറച്ച് ടോക്സ്, അതൊക്കെ ഫണ്ണായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്, അതെല്ലാം കാണുക കേട്ടോ. 9:40 വരെ പഠിക്കല്. 9:40 കഴിഞ്ഞാല് 10 മണിന്ന് 11 മണി വരെ ലഞ്ചിന്റെ ടൈം. പിന്നെ 11 മണി വരെ 4 മണി വരെ വർക്ക്, 6 മണിക്കൂർ വർക്ക്. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ പോരാ, ദിവസം ബടി എടുപ്പിക്കരുത്, എന്നെ കൊണ്ട് പ്രവർത്തിക്കണം, നല്ല പാങ്ങുണ്ട്. അപ്പോൾ 10 രൂപ നിനക്ക് പ്രൈസ്. നീയാ 10 രൂപ രാവിലെ തരാം, ഇപ്പൊ 10 രൂപ എടുത്തോ. നീയാ നീ വിന്നായിട്ടില്ല, ഇത് ആക്കിയതില് ആക്കിൻ്റെ നല്ല പാങ്ങുണ്ട്. നീ ടൈം ടേബിൾ പോലെ എഴുതിന്, അപ്പൊ പ്രൈസ് ഇവന് വിന്നായിട്ടുണ്ട്. ശരി, അപ്പൊ 5 രൂപയ്ക്ക് താമനെ. ഓക്കെ, വെരി ഗുഡ്.